നമുക്ക് തലങ്ങളെ വണക്കിയ ദൈവസന്നിധി ദൈവസാന്നിധ്യത്തിനായും ആരാധനയുടെ അനുഗ്രഹത്തിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതായിരിക്കുന്ന ഞങ്ങളിലെ തലങ്ങളെ വണക്കി ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ ബലവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിച്ച മഹത്വം കരയേറ്റുവാൻ നൽകുന്ന വലിയ അവസരത്തിനായി സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, കഷ്ടതകളും പ്രയാസങ്ങളും ദൈവമേ ദുഃഖവും ദുരിതവും മരണവും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ കരുണയും അവിടുത്തെ കൃപയും അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ പരിപാലനവും അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. ഒരാഴ്ച കൂടെ അടികളെ വിട്ട് പോകുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം കരയറ്റുന്നു. ദൈവമേ, ഞങ്ങളുടെ സംസൃഷ്ടങ്ങളായ അനേകം ആളുകൾ മരണമൂലമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോയപ്പോൾ ജീവിക്കുന്നവരുടെ ദേശത്ത് ഞങ്ങളെ ശേഷിപ്പിച്ചതോർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, അവിടുത്തെ മഹത്വമായി ജീവിപ്പാൻ അവിടുത്തെ ഹിതമാരാഞ്ഞറിഞ്ഞ് കർത്താവിന് പ്രസാദമുള്ള ജീവിതം ചെയ്യുവാൻ നീ അടികളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലയിടങ്ങളിലായിരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ആരാധന നിന്റെ മക്കളുടെ ജീവിതത്തിന് വിടുതലും സന്തോഷവുമായി തീരട്ടെ. കർത്താവെ, രോഗികളായിരിക്കുന്നവരുണ്ട്, ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, ചികിത്സയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, നിന്റെ മക്കൾക്കെല്ലാം വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുസന്നിധിയിൽ കർത്താവെ ഞങ്ങളെ ചിലവഴിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനും നിലയാക്കണം. കുറവുകളും ബലഹീനതകളെല്ലാം നമ്മൾ കൊടുക്കണം. യേശു മൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 344 പാട്ട് നമുക്ക് പാടാം. ഗീതം 344, വന്ദനം യേശുവര. നീ ഒഴികെ
സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. യജമാനൻ ഒരു നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. മൂന്നാമത്തെ സ്തുതിത്താനും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ എന്റെ പാറയും എന്റെ വെല്ലുവിളിക്കാരനുമായിരുന്നു. എന്റെ വായിലെ വാക്കുകളും എന്റെ യുദ്ധത്തിലെ ധ്യാനം നിനക്ക് സ്ഥാനപരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും നിന്റെ മുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസംഹാരം നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാത്തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപരോധനം നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല. പാപമൊഴിയ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നമുക്ക് ഇരുന്നുകൊണ്ട് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കുറവുകളും ബലഹീനതകളും ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോട് താഴ്മയോടും നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ പാപം എത്ര വലുതായിരുന്നാലും അത് ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, ശക്തനാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് ശുദ്ധീകരണവും നീതീകരണവും വിശുദ്ധീകരണവും രക്ഷയും കർത്താവിൻ്റെ ദിനരക്തത്തിലൂടെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്നു. അവനവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ അവൻ വന്നിരിക്കാൻ യേശു എന്ന് അവന് പേരിടേണം. കർത്താവ് രക്ഷകനായി നമുക്കായിട്ട് വന്നു. നമുക്ക് ഈ വിശ്വാസത്തോടും താഴ്മയോടും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോരാളികളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധകൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അർഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കണ്ടുണ്ടാകണം. ദൈവമേതങ്ങളുടെ വീടുകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവമനുഷ്യരോട് അറിയിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കേൾക്കണം. മഹാകരുണയുള്ള പിതാവേ, നിന്റെ
പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോട് നീതിയോട് സുബോധത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരം പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിക്കുവിൻ. വരുവേൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജലവും അവന്റെ കൈക്കലെ ആളുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം സെഫന്യാവ് 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സെഫന്യാവ് 3-ാം അധ്യായം 14 മുതൽ 20 വരെ. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കാം, ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കാം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നവരെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയുടെ കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ചു അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള പ്രത്യേക സംഗീതം. സങ്കീർത്തനം 43. 43-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും നീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ നടത്തുമാറാകട്ടെ. ചേർന്ന് വായിക്കാം. എന്റെ ദൈവത്തിൽ പ്രത്യാശിക്കുക. അവന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. രണ്ടാം ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 13 വരെ. 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 13 വരെ.
എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് നിൽക്കവേ സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാവുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും മരമണ്ഡലങ്ങളിലും അവയിലുള്ള സകല അധികാരികളും നിന്നെ നോക്കി ഇടവിടാതെ ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സേന നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പണ്ഡിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വരുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തെ പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെക്കാൾ അവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷ പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായതുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായ പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. സുവിശേഷത്തിന്റെ ഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി 387-ാം കീർത്തനത്തിൽ നിന്നുമാണ്. കീർത്തനം 387. In your glory.
കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇത്രത്തോളം അടിയങ്ങളെ കാത്ത് പരിപാലിച്ച് വഴി നടത്തുന്ന സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. അവിടുത്തെ വചനത്താൽ അടിയങ്ങളെ നിലയ്ക്കണം. പിതാവേ, അവിടുത്തെ വചനം കേൾക്കുവാനും അത് കാക്കുവാനും അതിൽ ജീവിപ്പാനും അടിയങ്ങളെ ശക്തീകരിക്കണം. പിതാവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തേണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം. അവിടുത്തെ വചനത്താൽ അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കേണ്ടത്. കർത്താവേ, നിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകുന്നു. നിന്റെ വചനത്താൽ ഞങ്ങൾ ചൈതന്യമുള്ളവരാക്കി തീർക്കേണ്ടത്. മനുഷ്യരെ വേദനയിലും ഭാരത്തിലും സങ്കടത്തിലും മരണഭയത്തിലും നിരാശയോടെ കഴിയുമ്പോൾ നിന്റെ വചനത്തിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തുന്നത് സ്തോത്രം. കർത്താവേ, അവിടുത്തെ കൃപ നിങ്ങളോട് കൂടിയിരിക്കേണ്ടത്. അവിടുത്തെ ആലോചന ഞങ്ങളെ കേൾപ്പിക്കേണ്ടത്. അല്പസമയം തിരുസന്നിധിയിൽ വചനത്തിൽ കീഴിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും ഉപകാരമായി തീരട്ടെ. യേശു മരിക്കാവുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ വിവിധ ഇടങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്ന് സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ ആരാധനയിലേക്ക് വിശേഷ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടും ആദരവോടും കൊണ്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ ആഡ്വെന്റ് സീസൺ, ആഗമന നാളുകളാണെന്ന് പറയുന്നത്. നോമ്പ് ചെറിയ നോമ്പായിട്ടൊക്കെ ആചരിക്കുന്ന നാളുകളാണ്. കർത്താവിൻ്റെ വരവിനെ, ഒന്നാമത്തെ വരവിനെ ഓർക്കുകയും അത് കൊണ്ടാടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ സഭ നോക്കി പാർക്കുന്ന നാളുകൾ കൂടിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്ന കർത്താവ് വരും എന്ന് ഓർമ്മിക്കുക. ഒരിക്കൽ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വന്ന കർത്താവ് ഇനിയും വരുന്നത് ഒരു ന്യായവിധിക്ക് വേണ്ടിയാകുന്നു എന്ന് കൂടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് പഴയ നിയമമൊക്കെ നാം വായിക്കുമ്പോൾ, പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ മേലും ദൈവത്തെ അനുസരിക്കാത്തവരുടെ മേലും എല്ലാം വരുന്ന ന്യായവിധിയുടെ, ദൈവിക ന്യായവിധിയുടെ, ദൈവകോപത്തിൻ്റെ, ദൈവക്രോധത്തിൻ്റെ തീവ്രതയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് പറയുന്നത് മാനസാന്തരപ്പെടുക, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. ഇവിടെ നാം വായിച്ച പഴയ നിയമ പാഠഭാഗമായ സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഇത് വളരെ ആദ്യ ഭാഗങ്ങൾ നാം വായിച്ചാൽ 1-2 അധ്യായങ്ങളിൽ ദൈവജനത്തിൻ്റെ മേലും അതുപോലെ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ആളുകളുടെ മേലും രാജ്യങ്ങളുടെ മേലും വരുന്ന ദൈവകോപത്തെക്കുറിച്ച്, മാറ്റമില്ലാത്ത ദൈവിക ന്യായവിധിയെക്കുറിച്ച് പ്രവാചകൻ പറയുക. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു വലിയ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ വാക്കുകൾ പറയുക. നമ്മുടെ ചിന്താവിഷയം അതാണ്, ഹോപ്പ് ഓഫ് ദ സാൽവേഷൻ, രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ. ഒന്നും പ്രത്യാശിക്കാനില്ലായിരുന്നവർ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനത്തെക്കുറിച്ച് മനശ്ശയുടെ കാലത്തും ആമോന്റെ കാലത്തുമൊക്കെ വലിയ തിന്മ, ദോഷം ജനം പ്രവർത്തിച്ച് വലിയ ദൈവകോപത്തിന് പാത്രവാന്മാരായി പോയവരാണ്. അന്യദൈവാരാധനകളും ദൈവ നിഷേധികളായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതായിട്ടൊരു ദേശം. മതസംഘടനം എന്ന് പറയുന്ന ആ വലിയ ഒരു പാപം ദൈവസന്നിധിയിൽ വരികയാണ്. അങ്ങനെ ആ രാജാക്കന്മാർക്ക് നിഷ്കാസനം ചെയ്യപ്പെട്ടു. യഹൂദയിൽ യോശിയ രാജാവ് വാഴുന്ന സമയം യഹൂദ രാജാക്കന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാജാവ് യോശിയ രാജാവായിരുന്നു. നാം വായിക്കുന്നുണ്ട്. 8-ാം വയസ്സിൽ രാജാവായ ആളാണ്. യോശിയ രാജാവിൻ്റെ കാലത്ത് ദേശത്ത് വലിയ നവീകരണമുണ്ടായി. നഷ്ടപ്പെട്ട ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ന്യായപ്രമാണം തിരികെ ലഭിക്കുന്നു. അതുപോലെ ജനം ദൈവത്തെ ആരാധിക്കുന്നു. വലിയ പെസഹാചരണം നടക്കുന്നു. ദേശത്തെ മലിനതകളെല്ലാം മാറ്റിക്കളയുകയാണ്. അന്യദൈവ ആരാധനയും അതുപോലെ മറ്റ് ജാതീയ വിഗ്രഹങ്ങളുമെല്ലാം അവിടുന്ന് നീക്കം ചെയ്ത് ദേശത്തെ വിശുദ്ധിയുടെ വഴിയിൽ നയിക്കുന്നതാണ് യോശിയ. ഈ യോശിയാവിൻ്റെ കാലത്തായിരുന്നു സെഫന്യാവ് പ്രവചിച്ചിരുന്നതെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. BC 640 മുതൽ 609 വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഇവിടെ അതിശക്തമായ ന്യായവിധിയുടെ മധ്യത്തിലും ദൈവം രക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതൊരു മഹാമാരിയുടെ കാലമാണ്. ആര് രക്ഷിക്കും, ആര് സഹായിക്കും, ആര് വിടുവിക്കും എന്ന് ഈ മൂടിയൊക്കെ ഒന്ന് മാറ്റി ജീവിക്കും എന്നൊക്കെ മനുഷ്യര് സംസാരിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന നാളുകളാണ്. അപ്പൊ എല്ലാ പ്രതീക്ഷകളും പ്രത്യാശയും നഷ്ടപ്പെടുമ്പോഴും ഒരു ചെറിയ കൈത്തിരി വെളിച്ചം കാണുവാൻ കഴിയുന്നത് ആണ് ജീവിതത്തിലെ പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത്. അത് ദൈവം തരുന്നതാണ്, ദൈവത്തിന് വചനം തരുന്നതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. അതാണ് ഈ നാളുകളിൽ
ലോകത്തോട് ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ള സന്ദേശം എന്ന് പറയുന്നു. ഇവിടെ രക്ഷിക്കുന്ന വീരനായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നുള്ള സന്ദേശം സെഫന്യാവ് നൽകുകയാണ്. യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കൂരിരുട്ടിൽ കഴിഞ്ഞ ജനം വലിയൊരു വെളിച്ചം കാണുകയാണ്. അന്ധതമസ്സുള്ളവരുടെ ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിക്കുകയാണ്. ഇതെല്ലാം പ്രത്യാശയുടെ വാക്കുകളാണ്, പ്രതീക്ഷയുടെ വാക്കുകളാണ് നമുക്കറിയാം. ഇവിടെ സെഫന്യാവ് പ്രധാനമായിട്ടും 5 വിധത്തിലുള്ള പ്രത്യാശയുടെ തലങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു. ഒന്നാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവം ഭൗതിക ന്യായവിധിയിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് ഇവിടെ പറയുക. ദ ഹോപ്പ് ഓഫ് ലിബറേഷൻ ഫ്രം ഫിസിക്കൽ ജഡ്ജ്മെന്റ്. സെഫന്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കി കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ 5 രാജാക്കന്മാര്, വലിയ ശക്തികൾ ദൈവജനത്തെ ആക്രമിക്കുവാനായിട്ട് വരികയാണ്. ഇവരിൽ നിന്നുള്ള ഭൗതികമായ വിടുതൽ. അതിന്റെ മുൻപുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വരുന്ന, അല്ലെങ്കിൽ ജാതികൾക്ക്, ജനതകൾക്ക്, രാജ്യങ്ങൾക്ക് വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. അപ്പോൾ ഭൗതികമായിരിക്കുന്ന ഒരു വിടുതൽ, ഒരു രക്ഷ, അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ അവിടെ നൽകുക. മിഷ്പാത്ത് എന്നുള്ള വാക്കാണ് ന്യായവിധി എന്നുള്ളതിന് ഉള്ള ഹീബ്രു വേർഡ് എന്ന് പറയുന്നത് മിഷ്പാത്ത് എന്നാണ്. അത് ചെയ്തതിനുള്ള ശിക്ഷ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു പ്രവൃത്തിക്ക് പ്രതിപ്രവൃത്തി ഉണ്ടെന്ന് പറയുന്ന ശാസ്ത്രം പറയുന്നത് പോലെ ശരി തെറ്റുകൾക്ക്, ചെയ്യുന്ന ശരികൾക്കും തെറ്റുകൾക്കും അതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് മിഷ്പാത്ത് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഭൗതികമായിരിക്കുന്ന ന്യായവിധിയിൽ നിന്നുള്ളതായ ഒരു രക്ഷ, അതിനെ സംബന്ധിച്ചൊരു പ്രത്യാശ സഹനയാവുന്നതിനെയാണ്. രണ്ടാമതായിട്ട് നിത്യമായ ന്യായവിധിയിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചുള്ള പ്രത്യാശ, ദ ഹോപ്പ് ഓഫ് ലിബറേഷൻ ഫ്രം ഇറ്റേണൽ ജഡ്ജ്മെന്റ്. നിത്യമായ ന്യായവിധി, അതിൽ നിന്നുള്ളതായുള്ള ഒരു വിടുതൽ, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ അവിടെ രക്ഷയുടെ ഒരു വാക്കുകൾ അവിടെ നൽകുകയാണ്. മൂന്നാമതായിട്ട് കാണാൻ കഴിയുന്ന ശത്രുവിൽ നിന്നുള്ള വിടുതലിന്റെ പ്രത്യാശ. ഇനി നിന്റെ ശത്രുക്കൾ അവിടെ നാം വായിക്കുന്നുണ്ടല്ലോ 15-ാം വാക്യത്തിൽ, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി എന്നാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലുമുള്ള ന്യായവിധിയെ ദൈവം മാറ്റുകയാണ്. നിന്റെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞു. അപ്പൊ ശത്രുഭയത്തിൽ നിന്ന്, ശത്രുവിൽ നിന്നുള്ള വിടുതൽ, ദ ഹോപ്പ് ഓഫ് ലിബറേഷൻ ഫ്രം റൈവൽസ്, ശത്രുക്കളിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു വിടുതൽ, അത് ഒരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും സാമൂഹിക തലത്തിലും എല്ലാം സമ്പൂർണമായിരിക്കുന്ന ഒരു രക്ഷയുടെ പ്രത്യാശയാണ് ഇവിടെ പ്രവാചകൻ തന്റെ ജനത്തിന് നൽകുന്നത്. നാലാമത് അനർത്ഥത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് അവിടെ പറയുന്നത്, ദ ഹോപ്പ് ഓഫ് ലിബറേഷൻ ഫ്രം മിസ്ഫോർച്യൂൺ. അനർത്ഥത്തിൽ നിന്നുള്ള, അപകടത്തിൽ നിന്നുള്ള, ക്ഷാമം, ഭൂകമ്പം, മഹാമാരി എന്നിവയിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുകയാണ്. വേദനയും ഭയവും നിരാശയും ആശങ്കയും ആകുലചിന്തയും ഇവയിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കും എന്നുള്ള വലിയ പ്രത്യാശ അവിടെ നൽകുന്നു. അഞ്ചാമതായിട്ട് ഒരു കാര്യം കൂടെ നമ്മോട് വായിക്കുന്നുണ്ടല്ലോ, അവസാനം അത് തീരാനായിട്ട് പോകുമ്പോൾ 19-20 വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി വെക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കി വെക്കും എന്ന് യഹോവ അരുളി ചെയ്യും. നോക്കുക, എത്ര ആദ്യം അതിശക്തമായ ന്യായവിധി പറയുകയാണ്. എന്നാൽ അവസാനമാണെന്ന് പറയുന്നത്, നിന്നെ കീർത്തിയും പ്രശംസയുമാക്കി ഞാൻ നിന്നെ ഉയർത്തും. ദ ഹോപ്പ് ഓഫ് അഷ്വറൻസ് ഓഫ് ഗ്രോത്ത്. അവിടെ തന്റെ ജനത്തെ ഉയർച്ച നൽകും, തന്റെ ജനത്തെ ഉയർത്തുമെന്നുള്ള വലിയ പ്രത്യാശ അവിടെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം
പൂർത്തിയാകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സമയത്താണ്, കർത്താവിൻ്റെ വരവോടുകൂടി ആകുന്നത് നമുക്കറിയാം. നാം വായിച്ച സുവിശേഷ വേദ ഭാഗത്ത് അത് പറയുന്നുണ്ടല്ലോ. സെക്കരിയാവിന് യോസേഫിന് ദൂതൻ പ്രത്യക്ഷനായി യോസേഫിനോട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായിരിക്കുന്ന ആ മകനെക്കുറിച്ച്, ആ സന്തതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന പേർ ഇടയണം. അതാണ് ആ വാക്ക് നാം വായിക്കുന്നത്. അതുകൊണ്ട് അവരെ അവരുടെ ജനത്തിൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാണ് യേശു കർത്താവ് വന്നത്. സെഫന്യാവ് പ്രവചിച്ചു തൻ്റെ ജനത്തെ ഉയർത്തും, തൻ്റെ ജനത്തെ രക്ഷിക്കും, ആത്മീയമായും ഭൗതികമായും അനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കും, അവരെ നിത്യമായ ന്യായവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കും എന്നൊക്കെ സെഫന്യാവ് പറയുമ്പോൾ അത് പുതിയ നിയമ എഴുത്തുകാര് ചേർത്ത് വെക്കുന്നത് യേശു കർത്താവിൻ്റെ രക്ഷണ്യ പദ്ധതിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ നന്മയും ഈ തിന്മയും ഈ അനീതിയും അക്രമവും നിറഞ്ഞ ഈ ലോകത്തിൽ, ദൈവത്തിൻ്റെ ന്യായവിധിക്കായി കാത്തിരിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ ധൈര്യമാണ്, ആ വചനം നമ്മുടെ ബലമാണ് എന്ന് നാം ഓർക്കണം. നാം വായിച്ച പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിച്ചല്ലോ, ദൈവം ചിലർ വിചാരിക്കും പോലെ കർത്താവിന് വരവ് താമസിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ അന്ത്യന്യായവിധിയെ കുറിച്ച് പറയുക, ഈ ലോകമെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി അത് തടുക്കുവാനായിട്ട് മാറ്റി നിർത്തുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തന്നെ നോക്കി വിളിക്കുന്ന, തന്നെ അന്വേഷിക്കുന്ന, തന്നെ ഭയപ്പെടുന്ന തൻ്റെ ജനത്തിന് വിടുതലുണ്ട് എന്നുള്ളതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മീയമായും അത് ഭൗതിക തലത്തിലായിരുന്നാലും സാമൂഹ്യമായിരുന്നാലും വിടുവിക്കുവാൻ കഴിയുന്ന, രക്ഷിക്കുന്ന വീരനായി ദൈവം നമ്മുടെ മധ്യേ. അതുകൊണ്ടാണ് അവൻ നമ്മോടുകൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവർ പേര് വിളിക്കും. സെഫന്യാവ് പറയുന്നു, അത് രക്ഷിക്കുന്ന വീരനായി ദൈവം നിന്റെ മധ്യേയിരിക്കുന്നു. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കർത്താവ് അവൻ രക്ഷിക്കുന്ന രക്ഷിതാവായി, അവൻ വിടുവിക്കുന്നവനായി, സഹായകനായി, സംരക്ഷകനായി, പരിപാലകനായി അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന വലിയ ദൂത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യായവിധിക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നല്ലോ. ആ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷയെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യവുമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ രക്ഷിക്കുന്ന വീരനായി നമ്മോട് കൂടെയുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മുടെ മധ്യത്തിലിരിക്കും. അതാണ് സെഫന്യാവ് പറയുന്നത്. ദൈവജനത്തിന് കൊടുക്കുന്ന വലിയ പ്രത്യാശയുടെ വാക്കത, രക്ഷിക്കുന്ന വീരനായി യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. അതാണ് യേശു കർത്താവിൻ്റെ വരവിലൂടെ യാഥാർത്ഥ്യമായി തീർന്നത്. അവൻ നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ആ കർത്താവിനോട് ആശ്രയിച്ചും അവനിൽ വിശ്വസിച്ചും നാം അവനിലേക്ക് തിരിഞ്ഞ് നാം ജീവിക്കുമ്പോൾ വരാമാകുന്ന എല്ലാവിധമായിട്ടുള്ള ജഡ്ജ്മെന്റിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ നിന്ന്, ആ ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ കർത്താവ് നമുക്ക് തരും. അത് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയാൽ നമുക്ക് നിറയപ്പെടാൻ, മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങൾക്ക് തിരുവചനോൽപ്പമായി ധ്യാനിക്കുവാൻ അവിടുന്ന് കൃപ തന്നതോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ മധ്യേ രക്ഷിക്കുന്ന വീരനായിരിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, കർത്താവെ ഞങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമാണല്ലോ കർത്താവെ. ഒന്നുമില്ലാതിരുന്ന തൻ്റെ ജനത്തെ ഈ ദേശത്ത്, ഈ ലോകത്തിൽ കർത്താവെ നീ ഉയർത്തിയല്ലോ, നീ അനുഗ്രഹിച്ചല്ലോ. ജാതികളുടെ പ്രകാശമായി കർത്താവ് നിന്റെ മഹത്വമായി നീ നിന്റെ ജനത്തെ ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവെ. ആ വലിയ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. നമുക്ക് അപ്പസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് പ്രാർത്ഥിക്കാം.
സർവശക്തിയുള്ള പിതാവായി ആകാശം ഭൂമിയും സൃഷ്ടിച്ചവരായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ മൂർത്തമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ബാലകൻ ജനിച്ചു, പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മരിച്ചതിനെ ഞാൻ പാലിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിനും പാപമോചനത്തിനും ശരീരത്തിന്റെ നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നാളുകളിൽ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ശുശ്രൂഷകളൊക്കെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണല്ലോ നടത്തപ്പെടുന്നത്. ഞായറാഴ്ച, ഇനിയുള്ള ഞായറാഴ്ചകളിൽ 2 ആരാധന വീതം നടത്തുവാനായിട്ടുള്ള അനുവാദം നമ്മുടെ മഹായിടവക ബിഷപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ 7 മണിക്കും 9 മണിക്കും 2 ആരാധനയായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തിരുവത്താഴ ശുശ്രൂഷ എല്ലാ ആരാധനകളും ഉണ്ടായിരിക്കും. രാവിലെ 7 മണിക്ക് ഉള്ള ആരാധന 7:45 അവസാനിക്കുന്നതാണ്. താല്പര്യമുള്ള എല്ലാവർക്കും ആരാധനകളിൽ കടന്ന് വരാവുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുവാനായിട്ടാകുന്നു നമുക്ക് 2 ആരാധനയായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് ആ നിലയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആരാധനകളിൽ സംബന്ധിക്കാവുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഒരുങ്ങാം. നമ്മുടെ പൊതുവായ ആവശ്യങ്ങളെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ തന്നെ ആരാധിക്കാൻ ഒരു അവസരം കൂടി അവിടുന്ന് ദാനമായി തന്നുവല്ലോ. അവിടെ ഞങ്ങളെ രക്ഷിക്കുന്ന വിടുവിക്കുന്ന ദൈവമായിരിക്കുന്നു സ്തോത്രം. കർത്താവേ, അതാകുന്നുവല്ലോ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും. അവിടുന്ന് ഞങ്ങളോടുകൂടി ഉണ്ട്. ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ സഹായിക്കാൻ കർത്താവെ അവിടുന്ന് ഇമ്മാനുവലായി ഞങ്ങളോടുകൂടി ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് തന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വഴി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ, പ്രത്യാശകാലം നിറയ്ക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ള നിത്യമായ ന്യായവിധിയിൽ നിന്നെല്ലാം ദൈവം വിടുതൽ ഒരുക്കുന്നത് ഓർത്ത് സ്തോത്രം. അവിടുന്ന് തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കുന്ന അതുകൊണ്ട് അവന് യേശു എന്ന പേരിടെ യേശു ഞങ്ങളുടെ രക്ഷകനായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവർ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമരുവികളായി കഴിയുന്നവരുണ്ടല്ലോ അവർക്ക് സൗഖ്യം നൽകണം. ചികിത്സയിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ നിന്റെ മക്കളെ ബലപ്പെടുത്തണം. ദൂരദേശങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ട് അവരെ സഹായിക്കണമേ. ആയിരിക്കുന്ന എല്ലാവരും ക്ഷേമമായവരെ കാക്കണം. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവര്, പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുള്ളവര്, ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ മക്കള്, കർത്താവെ സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കൾ എല്ലാവരും കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ സമയത്തിൻ്റെ സംഘടനകളൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ഡിസംബർ മാസം ദൈവമേ ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായിരിക്കാനുള്ള സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന മഹാമാരി അതിവേഗം മാറിപ്പോകുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് നടക്കുന്ന കർത്താവെ തെരഞ്ഞെടുപ്പ് എല്ലാം വളരെ കർത്താവെ സമാധാനപരമായി നടക്കുവാനും ദൈവം പ്രകാരമുള്ള ആളുകളൊക്കെ ദൈവമെ തിരഞ്ഞെടുത്ത സ്ഥാനങ്ങളിലൊക്കെ വരുവാനും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സുവിശേഷം കഴിയുന്ന ദാസിദാസന്മാരെ ഓർക്കുന്നു. ഇടവസഭകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് CSI സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവരെ ഓർക്കും. ഞങ്ങളുടെ മഹായിടവെ ഓർക്കുന്നു. ജീവിതയും കുടുംബത്തെയും ഓർക്കുന്നു. എല്ലാ മണ്ഡകാരെയും സഭാ ശുശ്രൂഷയെയും ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവമേ, മഹാമാരിയെ ദൈവമേ മൂലം കഷ്ടപ്പെടുന്നവരെ, മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ, ആശുപത്രി ചികിത്സകളിലായിരിക്കുന്നവരൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സൗഖ്യം ലഭിച്ചവർക്കായി ഞങ്ങൾ സ്തോത്രം കഴിയും. എല്ലാവരെയും ദൈവം സഹായിക്കും. അതിനെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ നീ ബലപ്പെടുത്തുമാറാകണം. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കും. മാനവും മഹത്വവും നൽകണം. യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ഈ സമയത്ത് 296 പാട്ടിൻ്റെ ഒരു ചരണം പാടുന്ന ഈ സമയത്ത് നമ്മുടെ സ്തോത്ര കാണിക്ക മാറ്റി വയ്ക്കുവാനുള്ള അവസരമാണ്. 296 പാട്ട്. യേശുവിൻ നാമത്തിൽ
കൃപയ്ക്കും അവിടുത്തെ രാജ്യത്തിൻ്റെ വിശ്രമിക്കുമായി കർത്താവ് നിന്റെ മക്കൾ അർപ്പിച്ചിരിക്കുന്ന ഈ ദാനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. കർത്താവ് ഇതിലേക്ക് നീട്ടപ്പെട്ടുള്ള എല്ലാ കരങ്ങളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. കർത്താവിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് അനേകരുടെ അനുഗ്രഹത്തിന് ദൈവമേ നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് മുഖാന്തരമാക്കി അതിനെ അവിടുന്ന് വാഴ്ത്തേണമേ. യേശു ക്രിസ്തുവിനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഉണ്ടാകുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. അതിനൊടുവിലായി 283 കീർത്തനത്തിൻ്റെ ഒന്നും അവസാനത്തെയും ചേർക്കാം.